ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം ദശമം ഉത്തരാർത്ഥം 50-ാം അധ്യായം. ഓം കംസന്റെ ഭാര്യമാർ അസ്ഥിയും പ്രാപ്തിയും രാജാജരാസന്ധപുത്രിമാർ ദുഃഖിതർ അച്ഛനോടോതി പ്രതീകാരബുദ്ധിയെ കേട്ടു ജരാസന്ധൻ യുദ്ധത്തിനായുടൻ എത്തി മധുരയിൽ നാലങ്കവൻപട അക്ഷൗഹിണി 23 തഥാ തീർന്നുടൻ കെട്ടി ജരാസന്ധനെ ഹലി നാണിച്ചു രാജൻ വധമൊഴിവാക്കവേ യുദ്ധത്തിനായി വന്നു തോറ്റുപോയിങ്ങനെ കൃഷ്ണേച്ഛയെന്തെന്നറിയാതെ വീര്യവാൻ ദാരുകസൂതൻ തെളിച്ച രഥത്തിലായി കൃഷ്ണൻ ഭൂഭാരത്തെ തീർത്തു ഒരു വിധം രാമനും ഏറെ നശിപ്പിച്ചു ദുഷ്ടരെ കെട്ടി ജരാസന്ധരാജനെ തേരിലായി എന്നും അവമാനിച്ചിങ്ങനെ വിട്ടിടും ശക്തി നേടാൻ തപം ചെയ്യാനൊരുങ്ങുകിൽ കൂട്ടുകാർ രാജാക്കൾ ധൈര്യം പകർന്നിടും വന്നു 18-ാം പ്രാവശ്യവും നൃപൻ അന്നേരമെത്തിയവനനും കൂട്ടരും രണ്ടു പുറം വളഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനും തീർത്തു കടൽ മധ്യ വിശ്വകർമാവിനാൽ ദ്വാരക എന്നൊരു സുന്ദരം പട്ടണം 12 യോജന വിസ്താരവും നല്ല രത്നച്ചുമരും മകുടം വൻമന്ദിരം 9 ലക്ഷം മണിമാളിക വഴി അങ്ങാടി അങ്കണം നല്ല ഉപവനം അന്തഃപുരം ക്ഷേത്രം കായൽ വനങ്ങളും പക്ഷി മൃഗാദിയും ഓഷധി സസ്യവും ഇന്ദ്രൻ സുധർമ്മ സഭ നൽകി സുന്ദരം 8 നിധികൾ കുബേരനും നൽകവേ പാശി കുതിരകൾ ദേവകൾ സർവരും എത്തിച്ചു ദ്വാരക തന്നിൽ സമർപ്പണം എല്ലാ പ്രജകളും പക്ഷി മൃഗാദിയും ബന്ധുക്കളെല്ലാം ഉറങ്ങി മധുരയിൽ യോഗശക്തിയാ മാറ്റി കൃഷ്ണൻ അരക്ഷണാൽ ദ്വാരക തന്നിൽ ഉണർന്നു സകലരും രാമനെ ദ്വാരക രക്ഷിക്കാനേൽപ്പിച്ച് എത്തി മധുരയിൽ കണ്ടു യവനനെ നാരദനോദിയ ലക്ഷണം കൊണ്ടവൻ കൃഷ്ണന്റെ പിന്നാലെ പാഞ്ഞു വധിക്കുവാൻ. സ്കന്ധം 10 അധ്യായം 50 സമാപ്തം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അധ്യായം 51. ഓം കണ്ടു യവനൻ പ്രഭാതാർക്കതുല്യനെ സുന്ദരൻ മഞ്ഞ വസനൻ കൈനീണ്ടവൻ ശ്രീവത്സം കൗസ്തുഭം നല്ല വനമാല ചെന്താമര കണ്ണും പുഞ്ചിരിക്കും മുഖം നാരദൻ ചൊല്ലിയ ലക്ഷണമുള്ളവൻ ശ്രീകൃഷ്ണൻ തന്നെ ഇവനെന്നുറയ്ക്കയും പിന്നാലെ ചെന്നു പിടിക്കാൻ ജവാൽഖലൻ യോഗിക്കും കിട്ടാത്ത കൃഷ്ണനെ കിട്ടുമോ യാദവനായിട്ടും ഭീരുക്കൾ പോലവേ ഓടുന്നുവോ നേരിൽ യുദ്ധത്തിനായി വരൂ കൃഷ്ണൻ ഇതു കേട്ടു കേറി ഗുഹയിലായി നല്ല ഇരുട്ടത്ത് ഒപ്പം യവനനും ഉള്ളിലുറങ്ങുന്നയാളെ പുതപ്പിച്ചു ഉത്തരീയത്താൽ ഉണർത്താതെ കൃഷ്ണനും ഉള്ളിലേക്കോടി മറഞ്ഞു ഇരുളിലായി കണ്ടു യവനൻ ഉറങ്ങുന്ന മർത്യനെ ചൊല്ലി നിൻ കള്ള ഉറക്കം ഉണർത്തിടാം എന്നോതി ഊക്കാൽ ചവിട്ടി വധിക്കുവാൻ പെട്ടെന്നെണീറ്റയാൾ കണ്ടു യവനനെ ഭസ്മമായി തീർന്നു വരബലം കൊണ്ടവൻ അപ്പോൾ പരീക്ഷിത്തു ചോദിച്ചു ആരിവൻ ശ്രീശുകനോദി മഹാൻ മുജുകുന്ദനെ മാന്ധാദ്രപുത്രനാം ആദിത്യവംശജൻ ദേവാസുര യുദ്ധം ചെയ്തു 3 യുഗം എത്തി ഉമാസുതൻ ദേവസൈന്യാധിപൻ തുഷ്ടരായി ദേവകൾ നിർത്തിയുദ്ധം തഥാ ചോദിച്ചു എന്തു വരം വേണം ഭൂപതേ എന്നു കേട്ടു മുജുകുന്ദനും ധന്യനായി ബന്ധുനാശം കേട്ട് കാലവ്യത്യാസവും നന്നായുറങ്ങാൻ വരം വാങ്ങി ക്ഷീണിതൻ വിഘ്നം വരുത്തുന്നവനുള്ള നാശവും നേടി ഭുവി ഗുഹയെത്തി ഉറക്കമായി മോക്ഷകാലം വന്നു കണ്ടു യവനനെ നാരായണൻ കൃഷ്ണൻ സാക്ഷാൽ ഹരിയെയും കണ്ടു മുകുന്ദൻ പ്രസന്നനായി ഭൂപതി കാൽക്കൽ നമിച്ചതി ധന്യനായി വിസ്മിതൻ ഓതി മുജുകുന്ദൻ കൃഷ്ണനോടിങ്ങനെ ദേവനോ സൂര്യനോ അഗ്നിയോ ഇന്ദ്രനോ പത്മപാദൻ പത്മനേത്രൻ ശ്രീവിഷ്ണുവോ എന്നെ അനുഗ്രഹിക്കണമേ ശ്രീപദേ ദീപം ഇരുട്ടിനെ മായ്ക്കുന്ന പോലങ്ങ് ആരാകിലും മുജുകുന്ദൻ നമിപ്പു ഞാൻ മാന്ധാദ്രപുത്രൻ ഞാൻ ഇക്ഷ്വാകുവംശജൻ ക്ഷീണിച്ചു നിദ്രയിൽ പെട്ടുപോയി ഗാഠമായി
ആരോ ചവിട്ടി ഉണർന്നു ഞാൻ നോക്കവേ ഭസ്മമായി തീർന്നവൻ സ്വന്ത പാപത്തിനാൽ. കേട്ടു എന്നു കേട്ടു ഹരി ചൊല്ലിയൻ കർമ്മവും നാമവും ധാരാളം എണ്ണൽ അസാധ്യമാം. ജന്മമില്ലെങ്കിലും കോടി ജന്മങ്ങളായി ഇന്നു വസുദേവപുത്രൻ ഞാൻ യാദവൻ. ഭൂഭാരം തീർക്കാൻ അവതരിച്ചു വിധി ചൊല്ലി ഞാൻ വന്നു സദ്ധർമ്മത്തിൻ രക്ഷകൻ. മുക്തരായി ദൈത്യദുഷ്ടരൻ ലീലയാൽ പൂതന തൊട്ടവർ കംസനും ഭൃത്യരും. ചത്തുയവനൻ തവ നോട്ടം കൊണ്ടിഹ അങ്ങയെ മുക്തനാക്കാൻ തന്നെ വന്നു ഞാൻ. എന്തു വരം വേണം ദുഃഖിക്കരുതിനി എന്നു കേട്ടു ഗർഗവാക്യമോർത്തു നൃപൻ. സാക്ഷാൽ ഹരി തന്നെ എന്നറിഞ്ഞു നൃപൻ കാൽക്കൽ നമസ്കരിച്ചോതി സ്തവങ്ങളും. മായയിൽ മുങ്ങി നടക്കും ജനങ്ങളും അങ്ങയെ ആശ്രയമാക്കാത്തതും വിധി. തേടും ശുനകരെ പോൽ സുഖം മൂഢരായി നേടും ഗൃഹാന്ധകൂപത്തിൽ വ്യസനവും. ദുർലഭമാകുമീ മർത്യദേഹത്തിലും ആനന്ദം നേടാൻ ഭജിക്കാത്തതും വിധി. രാജകീയ ഐശ്വര്യം പത്നി സുതൻ ധനം ഓജസ്സും തേജസ്സും കൊണ്ടുമത്തൻ കുധി. മൂഢനായി ഞാനും മറന്നു ജഗൽ പ്രഭോ ദേഹമോഹത്താൽ ഭഗവൻ പൊറുക്കണേ. കർത്തവ്യമായി കണ്ടു ചെയ്യും പണികളെ തെറ്റിദ്ധരിച്ചു അഹം മതം വന്നുപോയി. വീര്യം ജയം ഇതിൽ കർത്തൃത്വബോധമായി ആത്മാവാം കാലസ്വരൂപനെ വിട്ടു ഞാൻ. മൂലോകജേതാവായി ഇന്ദ്രനു തുല്യനായി സ്വർഗത്തിലും ജയം നേടി കരുണയാൽ. ചത്താൽ ശവം കാഷ്ഠം ഭസ്മം കൃമി ഇതിൽ ഞാനെന്നു തോന്നിയതജ്ഞാനമല്ലയോ. സാമന്തർക്കപ്പവും വന്ദനം വിപ്രരം തന്നെങ്കിലും സ്ത്രീക്കടിമയായി പാരിതിൽ. ദേഹസുഖം വിട്ട് ദാന തപസ്സാദി യാഗം ചെയ്തെത്തും സുരലോകമോഹികൾ. സംസാരം താണ്ടുവാൻ കാമം ത്യജിക്കണം വൈരാഗിയായി കർമ്മം നൽകണം ത്യാഗിയായി. സത്സംഗം നേടണം ഭക്തനായി തീരണം ആത്മജ്ഞനാവണം മർത്യനായി തീരുകിൽ. കാട്ടിൽ തപസ്സിനു പോകാൻ തടസ്സമാം രാജ്യനഷ്ടം തവ കാരുണ്യമല്ലയോ. ബന്ധങ്ങളറ്റതും നിസ്വനായി തീർന്നതും കാലസ്വരൂപി തവ കൃപയല്ലയോ. യുദ്ധം ഉറക്കം തവ സേവ നഷ്ടമായി എങ്കിലും ദർശനമേകിയല്ലോ ഹരി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. എന്നും അനന്യ ശരണാഗതനായി മൂന്നാധി തട്ടാതെ ഭക്തനായി തീരുവാൻ. 6 ശത്രുജയം 3 താപജയം സത്സംഗം സ്വസ്ഥത ശാന്തിയോ മേഘണേ. മോക്ഷദനങ്ങയെ വിട്ടു പ്രപഞ്ചത്തിൽ സ്വന്തമായി എന്തൊക്കെ നേടിയാലും വൃഥ. വേണ്ടാവരം ഗുണബദ്ധമായി വന്നിടും സേവാരതി പിന്നെ സായുജ്യവും മതി. കേട്ടു മുജുകുന്ദ വാക്കുകൾ ശ്രീഹരി ചൊല്ലി തവ ഭക്തി ശുദ്ധഹൃത്തിൻ്റെതായി. ഏകാന്ത ഭക്തനെ ബാധിക്കില്ല ഇഹ പഞ്ചവിഷയവും ചീത്തകളൊന്നുമേ. എന്തും തരാമെന്നു ചൊല്ലിയിട്ടും ഭവാൻ മുക്തിയല്ലേ വരമായി വരിച്ചത്. കർമ്മം നശിച്ചുപോയി വാസനയും തഥാ സ്വേച്ഛയാ പ്രാരബ്ധം തീർക്കുക ചര്യയാൽ. നായാട്ടിൽ കൊന്ന മൃഗഹത്യാപാപവും ഭക്തി അനുഭവിക്കാനുള്ള മോഹവും ചേർന്നോരു ജന്മം ഭുവി വാണു മുക്തനായി എന്നിലേക്ക് എത്തിടും പൂർണ്ണനായി തൃപ്തനായി. സ്കന്ധം 10 അധ്യായം 51 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാ ശരണനാരായണ. മുജുകുന്ദൻ എന്ന ആ രാജാവ് അനവധി കാലം രാജ്യത്തെ ഭരിച്ചു. യോഗ്യതയ്ക്കനുസരിച്ച് സ്വർഗത്തിലേക്ക് ഈ പട നയിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടു. സുബ്രഹ്മണ്യസ്വാമി വന്ന് ഈ താരകാസുരനെ കൊല്ലാൻ വേണ്ടി സേനാനായകത്വം ഏറ്റെടുക്കുന്നത് വരെ ആ ദേവന്മാരെ രക്ഷിച്ചു പോന്നു. ആ സമയത്ത് സുബ്രഹ്മണ്യം വന്നു സൈന്യാധിപത്യം ഏറ്റെടുത്തു. അപ്പോൾ തിരിച്ചു പോരാനുള്ള സമയം വന്നപ്പോൾ ദേവന്മാർ ചോദിച്ചു അത്രേ, ഇനി അങ്ങ് വിശ്രമിച്ചോളൂ, ഇതുവരെ നിങ്ങൾക്ക് ചെയ്തു തന്ന സേവനത്തിന് പകരമായിട്ട് എന്താ തരേണ്ടത് എന്ന് ചോദിച്ചു.
അപ്പോൾ ദേവാസുര യുദ്ധം പോലും നടക്കുന്നു സ്വർഗലോകത്ത്. അപ്പോൾ പിന്നെ ഭൂമിയിലേക്ക് എന്താ കാര്യം? അതുകൊണ്ട് ഇനി മറ്റൊരു ജന്മം വേണ്ടാത്ത രീതിയിൽ മുക്തി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, ഞങ്ങൾക്കതിന് അർഹതയില്ല, എന്താ വേണ്ടേ? എന്നാൽ മുക്തി കിട്ടാൻ എന്താ മാർഗം എന്ന് ചോദിച്ചു. അപ്പോൾ മുക്തി കിട്ടാനുള്ള മാർഗങ്ങളെ സ്വയം ജ്ഞാനിയായിട്ടുള്ള മുചുകുന്ദൻ ഓർത്തിട്ടാവണം എന്ന് തോന്നുന്നു ചോദിച്ചത് കൊണ്ട് അവർക്കൊന്നും പറയാൻ നിവർത്തിയില്ല. ഭഗവാനെ ആശ്രയിക്കല്ലാണ്ട് വേറെ മാർഗമില്ലല്ലോ. ആശ്രയിക്കാൻ എന്താ ആദ്യം വേണ്ടത്? സ്വസ്ഥതയാണ് വേണ്ടത്. ഈ സമയത്ത് സ്വസ്ഥത കിട്ടൽ എളുപ്പമല്ല. അത്രയും കാലം ദോഷമാണ് ചെയ്തത്, ഹിംസയാണ് ചെയ്തത്, യുദ്ധമാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പരിഹാരം എങ്ങനെയാണ് വേണ്ടതെന്ന് സ്വയം ആലോചിച്ചു. ആദ്യം സ്വസ്ഥത കിട്ടട്ടെ, പിന്നെ ആവാൻ ബാക്കിയുള്ളത് എന്നായി. അങ്ങനെയാണ് ഉറക്കത്തെ യാചിച്ചത്. ഉറക്കത്തെ കൊടുക്കുക മാത്രമല്ല, ഉറക്കം ആരാണോ നശിപ്പിക്കുന്നത് അവരെ മൃത്യുവിന് കീഴ്പ്പെടും എന്നും അനുഗ്രഹം കൊടുത്തു. അപ്പോൾ പിന്നെ ഉറക്കം ഉണർത്തേണ്ട വിഷയമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഭഗവാനെ കാണാൻ വല്ല മാർഗമുണ്ടോ? തപസ് ഞാൻ ചെയ്തിട്ടില്ല, ഇനി തപസ് ചെയ്യാൻ പറ്റുമോ അതറിയില്ല. ഭഗവാനെ കണ്ടോളും എന്നും അവരെ അനുഗ്രഹം കൊടുത്തു എന്നാണ്. അങ്ങനെയാണ് തപസ് ചെയ്യാതെ കണ്ട് വെറും ഉറക്കം മാത്രം ചെയ്തിട്ട് ശ്രീകൃഷ്ണ ദർശനം കിട്ടിയത്. അതും വിഷ്ണുഭാവത്തിലുള്ള ശ്രീകൃഷ്ണനെ തന്നെ. നാരദൻ്റെ വാക്കനുസരിച്ച്, ഗർഗ മഹർഷിയുടെ ഉപദേശത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ എന്ന് ഗർഗർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൃഷ്ണനെ കണ്ടതോടു കൂടിയിട്ട് താൻ ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ന്യൂനമുണ്ടെങ്കിൽ അത് പൊറുക്കാൻ ഇനി വേറൊന്നും വേണ്ടല്ലോ എന്ന അർത്ഥത്തിലാണ് സ്തുതി. കർമ്മബന്ധം തീർക്കണേ എന്ന് പ്രാരബ്ധം തീർക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, ഈ ഉറങ്ങിക്കിടന്ന തപസ്സാവെന്ന് വിചാരിച്ചോ രാജാവേ? ഉറങ്ങിക്കിടക്കൽ തപസ്സല്ല. അങ്ങ് ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. അതിപ്പോൾ എൻ്റെ പ്രീതിക്കാന്ന് അങ്ങ് കണക്കാക്കുന്നുണ്ടോ? അതെൻ്റെ പ്രീതിക്കല്ല. അങ്ങേ ആവശ്യപ്പെട്ടു, അങ്ങൊന്നും നോക്കാണ്ട് പോയി അവിടെ ചെന്ന് യുദ്ധം ചെയ്തു, ദേവന്മാരെ രക്ഷിച്ചു. അതൊന്നും എൻ്റെ പ്രീതിക്ക് കാരണമല്ല. അപ്പം ശരിക്ക് കുടുങ്ങി മുചുകുന്ദനെ. ഞാൻ എന്താ വേണ്ടത് എന്നായി. ദേവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരു ജന്മം വേണ്ടെന്നാണ് ഞാൻ കണക്കാക്കിയിരിക്കണത്. മുക്തി കിട്ടുമെന്നാണ് എൻ്റെ അറിവ്. അത് ശരിയല്ലേ ചോദിച്ചു. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എന്നാലും ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് ദേവന്. ആ സ്വാതന്ത്ര്യത്തെ ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. ഏതായാലും അങ്ങ് ഇത്രയും കാലം ജീവിച്ചത് അങ്ങയ്ക്ക് വേണ്ടിയിട്ടല്ല. അങ്ങ് ഇതുവരെ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഉറങ്ങി എഴുന്നേറ്റപ്പോഴാണ് സുഖം എന്ന് കണക്കാക്കിയിട്ടുള്ളൂ. അതും അപ്പം തന്നെ കണ്ടതൊരു മൃത്യുവാണ്. അതും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അങ്ങ് ജീവിച്ച് സുഖിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ജന്മം കൂടി എടുത്തോളൂ. അങ്ങനെയാണ് ശ്രീയെ ധരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. ശ്രീ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അതാണ്. എന്താണോ നമുക്ക് കിട്ടുന്നത് അത് വേണ്ടത്ര വേണ്ട രീതിയിൽ വേണ്ടപ്പോൾ വേണ്ട പോലെ മനസ്സിനും ശരീരത്തിനും ജീവനും സുഖം കിട്ടുന്ന രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുക എന്നതാണ് ശ്രീത്വം. അപ്പം അത് ശ്രീപതിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ചു കൊടുത്തു. പിന്നെ പറഞ്ഞു, എന്നെ മനസ്സിലാക്കാൻ ഇപ്പം അങ്ങേക്ക് സാധിച്ചിട്ടില്ല. എന്നെ മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എഴുതിയതായിട്ടുള്ള ഭാഗവതമുണ്ട്. വ്യാസൻ ഭഗവാൻ തന്നെയാണ്. വ്യാസൻ തൻ്റെ ഈ ഭാഗവതം എഴുതി പൂർത്തിയാക്കിയ സമയത്ത്, അല്ലെങ്കിൽ ഭാഗവതം എഴുതാൻ തുടങ്ങുന്ന സമയത്ത്, ഇത് ഞാൻ എഴുതിയതല്ല, എനിക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രണ്ടും പറഞ്ഞിട്ടുണ്ട്. എഴുതാൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എഴുതാൻ പറ്റും തോന്നുന്നില്ല. എഴുതി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനല്ല എഴുതിയതെന്ന്. അപ്പോൾ പിന്നെ ആരെഴുതിയേ? ഭഗവാനാൽ തോന്നിച്ചത് സമാധി ഭാഷയിലിരുന്ന് എഴുതിയെന്നാ. അപ്പോൾ അതിന് ഒരു വ്യാഖ്യാനം എഴുതിക്കോളൂ. എന്താണ് ഞാൻ കണ്ടത്, ഞാൻ എഴുതിയത്, അത് എന്നെ തന്നെയാണോ കണ്ടത് എന്ന് സ്വയമേവ ഓരോ ശ്ലോകത്തിലും ഓരോ ഗ്രന്ഥത്തിലും ഇതാണ് ഉള്ളത്, ഇതാണ് ഉള്ളത്, ഇതാണ് ഉള്ളത് എന്ന് ശ്ലോകത്തിന് വ്യത്യാസം, അർത്ഥത്തിന് വ്യത്യാസം തോന്നാൻ സാധ്യതയുണ്ട് എങ്കിൽ അതിൽ എന്നെ എടുത്തു പറഞ്ഞോളൂ. അങ്ങനെ എടുത്തു പറഞ്ഞു എന്നാ ഓരോ ശ്ലോകത്തിനും
ഭഗവാനല്ലാതെ കണ്ട് ഒരു അന്വയം വരികയാണെങ്കിൽ ആ അന്വയം ഭഗവാനിലേക്ക് എത്തിക്കുക എന്ന കടമ ശ്രീധരാചാര്യർ ചെയ്തു എന്നാണ്. ഭാഗവതത്തിൽ എത്ര ഗ്രന്ഥമാണോ ഉള്ളത്, എത്ര അക്ഷരമാണോ ഉള്ളത്, അത്രയും അക്ഷരത്തെ തന്നെ മറ്റൊരു വ്യാഖ്യാനമായിട്ട് എല്ലാറ്റിനെയും അന്വയിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചു ഭാഗവതം. ശ്ലോകം ശ്ലോകമായിട്ടല്ല, അതിൻ്റെ സാരസംഗ്രഹം എടുത്തുകൊണ്ട് അങ്ങനെയല്ല. ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, ആർക്കും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അതിബൃഹത്തും സൂക്ഷ്മവും, ഇനി അതിൻ്റെ ഒന്നും തലനാര് കയറിയിട്ട് പരിശോധിക്കാനൊന്നുമില്ല, ആ രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ്. ശ്ലോകത്തിനാണ് വേണ്ടച്ചാൽ അത്, അക്ഷരത്തിനാ വേണ്ടച്ചാൽ അത്, വാക്കിനാ വേണ്ടച്ചാൽ അത്, വ്യക്തിക്കാ വേണ്ടച്ചാൽ അത്, ഭക്തനാ വേണ്ടച്ചാൽ അത്, ഭഗവാനാ വേണ്ടച്ചാൽ അത് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീധരയത്തിൽ കൊടുത്തത്. ശ്ലോകമായിട്ട് മുറിച്ചിട്ടില്ല, അധ്യായം പോലും മുറിക്കാതെ കണ്ടിങ്ങനെ തുടർച്ചയായിട്ടാണ് പോയെടുക്കുക. അതിനൊക്കെ സൂചനകൾ, അത് 18,000 ഗ്രന്ഥം മുഴുവനുണ്ട്. ഇനി അത് അതേപോലെ തന്നെ ഇങ്ങനെ അന്വയിച്ച് വ്യാഖ്യാനം കൊടുത്തപ്പോൾ അതുപോലത്തെ ഒരു ഗ്രന്ഥം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വ്യാസൻ എന്നെ സംശയമായോ നിശ്ചയില്ല. ഞാൻ എഴുതിയ ഭാഗവതത്തിനേക്കാൾ കൂടുതൽ നന്നായിട്ടുണ്ട് ഈ വ്യാഖ്യാനം. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല അത്രേ. ഇവിടെ മർത്യഭാവത്തിലാണ്, വ്യാസൻ മർത്യഭാവത്തിലാണ്, അല്ല എന്ന് പറയല്ല എങ്കിലും. അപ്പോൾ അതിൻ്റെ സ്ഥാനം കുറച്ച് ഇനി ഇതിൻ്റെ താഴെയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വേദം പോലും ഇതിൻ്റെ താഴെയുള്ളൂ എന്ന് അത്രയ്ക്കുണ്ട്. ഭാഗവതത്തിനല്ലാതെ കണ്ട് ഇത്ര സൂക്ഷ്മമായിട്ട് മറ്റൊരു വ്യാഖ്യാന ഗ്രന്ഥം വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഭാഗവതത്തോട് ചേർത്ത് ഭാഗവതത്തിൻ്റെ തുല്യം അങ്ങനെ ഒരു വ്യാഖ്യാനം ഭാഗവതത്തിനല്ലാതെ കണ്ട് വേറെ പുരാണങ്ങൾക്കോ വേദത്തിനോ ശാസ്ത്രങ്ങൾക്കോ ഉപനിഷത്തിനോ മറ്റേതെങ്കിലും ഒന്നിന് ഈ പ്രപഞ്ചത്തിൽ കൽപ്പം തുടങ്ങിയിട്ട് ഇനി അടുത്ത കൽപ്പം വരെ ഇങ്ങനെ ഒരു പഠനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഡോക്ടറേറ്റൊക്കെ കൊടുക്കുന്ന സൂത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരധ്യായത്തിന് പഠിച്ചു എഴുതി ഡോക്ടറേറ്റ്, ഇതങ്ങനെയല്ല. ഈ വ്യാഖ്യാനത്തെ അനുബന്ധിച്ചാണ് എത്രയോ മഹാത്മാക്കൾ തങ്ങളുടേതായിട്ടുള്ള അറിവിനെ അവരുടേതായിട്ടുള്ള ഭാഷയിൽ പുതിയ പുതിയ ഗ്രന്ഥങ്ങളെ എത്രയോ എഴുതിയത്. അപ്പോൾ ഓരോരുത്തരും എഴുതിയതായിട്ടുള്ള ഗ്രന്ഥത്തിൽ അവരെന്താണോ കണ്ടത് വെച്ചാൽ അത് എഴുതി, അതും ശരിയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ എല്ലാറ്റിലും ഭഗവത്വം കൂടുതലായിട്ട് കാണുന്നു. ഏതിലാണോ കൂടുതൽ കാണുന്നത് അത് കൂടുതൽ മഹത്തായിട്ട് കാണും. ഇങ്ങനെ ഈ ശ്രീ ഭാഗവതത്തിലുള്ളതിനെ ശ്രീയെ ധരിച്ചതായിട്ടുള്ള, ഭഗവത് ഭക്തനായിട്ടുള്ള, ഭഗവത് അനുഗ്രഹം കിട്ടിയതായിട്ടുള്ള, നേരിട്ട് ഭഗവാനെ കണ്ട് അത് ചെയ്യൂ എന്ന് ആജ്ഞ സ്വീകരിച്ച് എഴുതിയതായിട്ടുള്ള ഈ ഭാഗവത വ്യാഖ്യാനം ശ്രീധരീയം. അതുകൊണ്ട് ശ്രീധരീയം എന്ന് അതിന് പേര്. നാരായണീയം എന്ന് പറഞ്ഞ പോലെ ശ്രീധരീയം. നാരായണീയം എഴുതിയത് ചുരുക്കിയിട്ടാണെങ്കിൽ തുല്യമാക്കിയിട്ട് ശ്രീധരീയം എഴുതി. വ്യാഖ്യാനങ്ങൾ അതിനേക്കാൾ കൂടുതൽ എത്രയോ അക്ഷരങ്ങളിൽ എഴുതിയ ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ അതും ഇതും കൂടിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലൊന്നുമില്ല എന്ന് മനസ്സിലാവും. ശ്രീധരീയത്തിൽ പറഞ്ഞത് അതിൽ ചേർത്തിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ്, അങ്ങനെയുള്ള ആ ഭക്തൻ ഭഗവാനെ സ്തുതിച്ച ഒരു പ്രത്യേക അധ്യായമാണ് ഇപ്പോൾ 51-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പാരായണം ചെയ്തത്. ഇങ്ങനെ ഭഗവാനെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ ജീവനെ ഭഗവാങ്കൽ എത്തിക്കാൻ സാധിക്കും എന്ന് അടുത്ത 3 അധ്യായങ്ങളെ കൊണ്ട് രുക്മിണി കൃഷ്ണ വിവാഹം പറഞ്ഞുകൊണ്ട് സാധിക്കണം. അതിലെ 3-ാമത്തെ അധ്യായത്തിൽ ബലരാമൻ എപ്രകാരത്തിലാണോ ഈ ജീവാത്മാവിന് പരമാത്മാവിൽ ലയിക്കാൻ തടസ്സമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ളത്, അതിനെ ചില പ്രത്യേക രീതിയിൽ രുക്മിണിയോടും കൃഷ്ണനോടും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വാച്യാർത്ഥങ്ങളിൽ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ വ്യംഗ്യാർത്ഥങ്ങൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ശ്രേഷ്ഠമെന്നോ മർമ്മെന്നോ ഗൂഢമെന്നോ എന്താ വെച്ചാൽ പറയാം. അതിനെ നമുക്ക് അത്ര ഗ്രഹിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം കണക്കാക്കിക്കൊണ്ട്
നമുക്കും ഭഗവാങ്കലെത്താം. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 3 അധ്യായങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്യുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരു